നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കോമഡി വീഡിയോയുടെ തുടക്കമാണ്. വേറൊന്നുമല്ല, എൻ്റെ സബ്സ്ക്രൈബർ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, ബ്രോ ഇത് ഉള്ളതാണോ? ഞാൻ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറിനോട് കാര്യം പറഞ്ഞു കൊടുത്തു, എങ്കിലൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. ഇങ്ങനെയൊന്നും വിവരക്കേട് പറഞ്ഞ് എന്തിനാണ് സ്റ്റോറി ഉണ്ടാക്കുന്നത്? ഒരു ഓട്ടോമൊബൈൽ ഇൻഫ്ലുവൻസർ എന്നും പറഞ്ഞിട്ട് ഒന്നും അറിയാതെ എന്തിനാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഈ വീഡിയോയിൽ പുള്ളി പറയുന്നത് NS200 എൻജിൻ വരുന്നത് KTM നിന്നാണോ ബജാജിൽ നിന്നാണോ എന്നാണ്. അത് പുള്ളി പറയുന്നുണ്ട് KTM നിന്നുമല്ല ബജാജിൽ നിന്നുമല്ല കാവസാക്കിയാണ് NS200 എൻജിൻ ഇറക്കിയത്. കാവസാക്കി ഡിസൈൻ ചെയ്ത് കാവസാക്കി പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻജിനാണ് KTMും ബജാജും കൂടെ യൂസ് ചെയ്യുന്നതെന്നാണ് പുള്ളിയുടെ അവകാശവാദം. എനിക്കറിയാം, തമിഴ്നാട്ടുകാരനാണ് തോന്നുന്നു ഇൻഫ്ലുവൻസർ. ഭയങ്കര ലൈക്കും ഭയങ്കര റീച്ചുള്ള വീഡിയോ ആണ്, പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ പറയാതെ പറ്റത്തില്ല. കാരണം ഫിലിപ്പൈൻസിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഫിലിപ്പൈൻസിലൊക്കെ ചെറിയൊരു മാർക്കറ്റ് ആയതുകൊണ്ടും പിന്നെ അവിടെ ഭയങ്കര പ്രൈസ് കോൺഷ്യസ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് ആയതുകൊണ്ടും ബജാജിൻ്റെ ഒട്ടുമിക്ക വണ്ടികളും കാവസാക്കി റീബാഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കാവസാക്കി റീബാഡ് ചെയ്ത് വരുന്ന 200 അവിടുത്തെ പേര് റൂസ്റ്റർ എന്നാണ് തോന്നുന്നത്. റൂസ്റ്റർ എന്ന് എന്തോ ആണ് പേര്. പിന്നീടുള്ള വണ്ടി നമ്മൾ ഡോമിനാറുണ്ട്, പിന്നെ CT100 വരെയുണ്ട് കാവസാക്കിയുടെ സൈറ്റിനകത്ത്. ഫിലിപ്പൈൻസിൽ മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ഈ മനുഷ്യൻ പറയുന്ന ഈ പുള്ളി പറയുന്ന ഈ ഇൻഫ്ലുവൻസർ പറയുന്ന പോലെ ആണെങ്കിൽ CT100 തൊട്ട് എല്ലാം കാവസാക്കി ഡിസൈൻ ചെയ്തായിരിക്കുമല്ലോ എൻജിൻ. ബജാജിനെപ്പോൾ ഒരു പണിയുമില്ലേ? ആക്ച്വലി നമുക്ക് കേരളത്തിൽ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു KTM ഡിസൈൻ ബജാജ് മാനുഫാക്ചറിങ്, അതാണ് 200 എൻജിൻ. അല്ലെങ്കിൽ RC390 200 എല്ലാ എൻജിൻ KTMൻ്റെ ഡിസൈനും ബജാജിൻ്റെ മാനുഫാക്ചറിങ് ആണ്. അതിനകത്ത് ആർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, KTM ഡ്യൂക്ക് 125 റീബോഡ് ചെയ്ത എഞ്ചിനാണ് 200 വന്നിരിക്കുന്നത്. ആ 200 വന്നിരിക്കുന്ന യൂണിറ്റിൻ്റെ തന്നെ ഹെഡ് വ്യത്യാസമുണ്ട്, ബാക്കി പോർഷൻ സെയിം ആണ് നമ്മുടെ NSുമായിട്ട് നോക്കുമ്പം. അല്ലാതെ വേറെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല.